അയാൾ ജാതി ഏതാവട്ടെ, മതം ഏതാവട്ടെ, വിശ്വാസം ഏതാവട്ടെ, ഒരൊറ്റ നിരപരാധിയായ മനുഷ്യനെ കൊന്നാൽ അയാൾ നരകാവകാശിയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ കൊല്ലുന്ന മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നവരാണ്. ഒരൊറ്റ മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തിലെ 650 കോടി മനുഷ്യരെ കൊല്ലുന്നവരെ പാപമാണ്, ഗുരുതരമായ കുറ്റമാണ് എന്ന്. അപ്പോൾ 200ഓളം ആളുകളെ മുംബൈയിൽ കൊന്നത് എത്ര ഗുരുതരമായ പാപമാണ്. അയാൾ എങ്ങനെ പിന്നെ മുസ്ലിമാകുക ഇസ്ലാമിന്റെ പേരിലാണ്? മാത്രമല്ല, അവർ മയക്കുമരുന്നും ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്ന ജീവിതത്തിൽ തന്നെ പാടില്ലാത്ത നിഷിദ്ധമായ ഒരാൾ മരിക്കാൻ പോകുമ്പോൾ എന്തായാലും ഉപയോഗിക്കുന്ന ഒരാൾ വിശ്വാസിയായ ഒരാൾക്ക് സാധ്യമല്ലല്ലോ. അപ്പോൾ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഗുണമില്ല. ഇനി പാകിസ്ഥാനുകളുണ്ടോന്ന് വെച്ചിട്ട് അതില്ല. കാരണം വെച്ചാൽ നിങ്ങളോട്ടൊക്കെ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ മാത്രം കരുത്തുള്ള രാജ്യമല്ല ഇല്ലത്. ആഭ്യന്തരമായ ശൈഥില്യം കൊണ്ട് പൊറുതുമുട്ട ദുർബലമായ രാജ്യമാണ് പാകിസ്ഥാൻ. പിന്നെ ആരാണ് ഗുണഭോക്താക്കൾ? ഗുണഭോക്താക്കളെ ആഭ്യന്തര രംഗത്ത് ചില കേസൊക്കെ നടക്കുന്ന ആളുകളെ രക്ഷപ്പെടാൻ ആ കേസിന്റെ മുഖ്യ കാരണക്കാരാണ് ആ കാർക്കറെ കൊല്ലപ്പെട്ടതുകൊണ്ട് ചെറുക്കൈ രക്ഷപ്പെട്ടു. കാർക്കര കൊല്ലപ്പെട്ടത് അതുകൊണ്ട് ഹേമന്ത് കാർക്കരെ കൊല്ലപ്പെട്ടപ്പോൾ ആ കേസിലെ പ്രതികൾക്ക് ഒരു പക്ഷേ ഗുണമുണ്ടാകും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ഭാര്യ, ഇന്ത്യ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ധീരയും കരുത്തയും അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയുമായ കവിത കാർക്കറെ, അതുകൊണ്ടായിരിക്കാം മഹത്തായ നിലപാട് സ്വീകരിച്ചത്. പിന്നെ ആർക്കാകും? തീർച്ചയായും ഈ രാജ്യത്തിന് ആയുധം വിൽക്കുന്നവർക്ക് ഗുണമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തെറ്റാണെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഗുണമുണ്ട്. ഇന്ത്യയിൽ ആയുധത്തിന് പേര് കമ്മീഷൻ വാങ്ങുന്നവർക്കും ഗുണമുണ്ട്. അപ്പോൾ ആരാണ് ഇതിലേക്ക് ഗുണഭോക്താക്കൾ? ഇതെന്താ മതത്തിന് പങ്ക്? പിന്നെ മതം ഉപയോഗിക്കപ്പെടുന്നില്ല. അത് മതത്തിற்கு മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ദേശം ഉപയോഗിക്കപ്പെടും, പ്രാദേശികം ഉപയോഗിക്കപ്പെടും. നിങ്ങൾക്ക് വേഗം പറയാൻ മനസ്സിലാവും. കോട്ടക്കാർ മലപ്പുറത്തായിരുന്നു തമ്മിൽ പന്ത് കളി അടുക്കാണ് കോഴിക്കോട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ. അവ കോട്ടക്കാർ കളി കാണാൻ പോകാൻ പോകണമെന്ന് ഞാൻ പോകില്ലല്ലോ. കാരണം എനിക്ക് പന്തികളി വളർത്താൻ വലിയ താല്പര്യം. അതാ പോകുക, പന്ത് കളിയോട് ഇഷ്ടമുള്ള, പന്ത് കളിയോട് പ്രേമമുള്ള ആളുകളൊക്കെ കളി കാണാൻ പോകും. കോട്ടക്കാർ കളി കാണാൻ പോകുന്നത് കളിയോട് ഇഷ്ടമുണ്ടായിട്ടാണ്, പന്തളിയോട് ഇഷ്ടമുണ്ട്. മലപ്പുറത്തുകാർ കളി കാണാൻ പോകുന്നത് പന്തളിയോട് ഇഷ്ടമുണ്ടായിട്ടാണ്. പക്ഷേ കളി തുടങ്ങിയാൽ പിന്നെ പന്ത് കളി കാണാനാവുന്നതിന് മറന്നിട്ട് എന്താ പറയാ, കോട്ടക്കാർ എത്ര മോശമായി കളിച്ചാലും കോട്ടക്കാരെ പിന്തുടരും, മലപ്പുറത്തുകാർ പിന്തുടരും. കളി കാണാനല്ലോ ബസ്സിൽ ഇത്രയൊക്കെ ദൂരം യാത്ര ചെയ്ത് തൂങ്ങിപ്പിടിച്ച് വന്നതെന്ന് മറന്ന് യഥാർത്ഥ കളി കാണാനാണെങ്കിൽ നന്നായി കളിക്കണവരെ പ്രോത്സാഹിപ്പിക്കട്ടെ. നന്നായി കളിക്കണവരെ പ്രോത്സാഹിപ്പിക്കണം, അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, അവനെ പിന്തുണ നൽകണം ഒക്കെ ചെയ്യണം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അത് മറന്നു, കളി എന്ന കാര്യം മറന്ന് ആവേശികത വന്നു. അതിന്റെ പലപ്പോഴും നമുക്ക് ഒരു മുസ്ലിമും ഹിന്ദുവും കള്ളൂർ ഷോപ്പിൽ വെച്ചിട്ട് കള്ളുടിച്ച് തമ്മിൽ തരും. ആ മുസ്ലിം ബന്ധമെടുക്കും, മുസ്ലിം കള്ളുടിച്ചു, ഹിന്ദു കള്ളുടിച്ചാൽ പിന്തുണയ്ക്കാൻ ഹിന്ദു ബാധ്യസ്ഥനാണ്, മുസ്ലിം ബാധ്യസ്ഥനാണ്. ആ മതം എന്നത് പ്രാദേശിക എന്നതും ഭാഷ അങ്ങനെ തന്നെ. മനുഷ്യൻ വളരെയേറെ വികാരങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ അതൊക്കെ യഥാർത്ഥത്തിൽ എന്താ, ദൈവത്തിന്റെ ഭൂമി നമ്മളൊരു വരാഴ്ചിട്ടാണ്, ഇതിനപ്പുറം കോട്ടക്കൽ അപ്പുറം മലപ്പുറം ഇതല്ലേ ഉള്ളൂ സത്യത്തിൽ. പക്ഷെ എന്നാൽ അങ്ങനെയല്ല, കളിക്കുമ്പോഴേക്ക് പറഞ്ഞാൽ ഒരു മലപ്പുറത്തൊക്കെ മലപ്പുറം ബാക്കി വരും, കോട്ടക്കാരൊക്കെ കോട്ടക്കര ബാക്കി വരും. കളി മാത്രമല്ല, കല്ലൂട്ടുകളെ തന്നെ മലപ്പുറത്താർ കോട്ടക്കാരും തമ്മിൽ ആരംഭിച്ച മലപ്പുറത്താർ ചെയ്ത ശേഷി തെറ്റു നോക്കില്ല, മലപ്പുറത്താരൊക്കെ മലപ്പുറത്താരും നടക്കും, കോട്ടക്കാരൻ നടക്കും. അതാണ് പ്രാദേശിക, അതാണ് മതം, അതാ സാമുദായിക, ഇത് നിർവഹണം ചെയ്യും. അത് തീർച്ചയായും ഇത് കമ്മ്യൂണിസ്റ്റ് കൊണ്ട് കാരണം മാർച്ചുണ്ട്. നിങ്ങൾക്ക് മാർച്ച് വകേണ്ടത് സംഭവം മാർച്ചത്തിന്റെ പേരിൽ തന്നെ ഈ രാജ്യത്തെ ഒരുപാട് ഭീകരതല്ലേ. നക്സൽ ഭീകരതയെ കുറിച്ച് നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഭീകരത പറയാറില്ലെങ്കിലും അതല്ലേ സംഭവമുള്ളത്. അതുപോലെ തന്നെ ലോകത്തൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റ് അടുത്ത കമ്മ്യൂണിസ്റ്റ് രണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. എന്നാൽ പോലും വലിയ കമ്മ്യൂണിസ്റ്റ് അടുത്ത കമ്മ്യൂണിസ്റ്റ് തമ്മിൽ പിരിഞ്ഞ് മാത്രമല്ല, എന്താ മത്സരം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ സീറ്റിന് മത്സരിക്കാം, അസംബ്ലി വരുമ്പോൾ പറയും വേണ്ട. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഉണ്ടായിരിക്കും, ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ എല്ലാ മനുഷ്യൻ ജീവിതത്തിൽ ബന്ധപ്പെട്ട എല്ലാറ്റിനും ദുരുപയോഗപ്പെടുത്താൻ കഴിയും, കൂടുതൽ മതത്തെയും ദുരുപയോഗപ്പെടുത്തുന്നു എന്നാണ് തത്വം. തീവ്രവാദ പ്രവർത്തനങ്ങൾ അധികവും ഇസ്ലാമിക തീവ്രവാദം എന്നാണല്ലോ കേൾക്കുന്നത്. എന്തുകൊണ്ട്? അതല്ല എന്ന് ഞാനിപ്പോൾ പറഞ്ഞ വിശദീകരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ. ഈ ചോദ്യം വളരെ പ്രസക്തമാകുമായിരുന്നു. ഈ ഭീകരവാദങ്ങളെല്ലാം മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്നതാണ്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ, ഒന്നാം ലോക ഭീകരയുദ്ധം. പക്ഷെ നമ്മൾ ഒന്നാം ലോക യുദ്ധത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വലിയ പ്രശ്നം നിങ്ങൾ നോക്കൂ. ഒന്നാം ലോക മഹായുദ്ധം നമ്മൾ പഠിക്കാം, രണ്ടാം ലോക മഹായുദ്ധം തന്നെ പഠിക്കാം. മഹാ എന്നതിന് രണ്ടർത്ഥമല്ലേ, വലിയ എന്ന് മാത്രമല്ല മഹത്വമുള്ള എന്ന് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധം നമ്മൾ പഠിക്കുന്നെങ്കിൽ പുസ്തകരീതിയിൽ നമ്മളാണെങ്കിലും നമ്മുടെ മനസ്സ് പടിഞ്ഞാറിന്റെ മനസ്സാണ്. അതാ പ്രശ്നം. സാമ്രാജ്യത്വം അറിയപ്പോൾ നമ്മളില്ലോണ്ട ഗ്രേറ്റ് വേൾഡ് വാർ എന്ന് എഴുതുന്നത്, ലോക മഹായുദ്ധം എന്ന് എഴുതുന്നത്. പക്ഷേ ഒന്നാം ലോക ഭീകരയുദ്ധം, രണ്ടാം ലോക ഭീകരയുദ്ധം, ഹിരോഷിമ നാഗസാക്കി, പിന്നെ അവിടുന്ന് വിയറ്റ്നാമിൽ നിന്ന് ആരംഭിച്ച് 70 രാജ്യങ്ങൾ ഇടപെടും. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും എന്താണ് ഈ ഭീകരത എന്ന് അത് സൂക്ഷ്മമായി പഠിക്കണം. തീർച്ചയായും ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളും ഇസ്ലാം അംഗീകരിക്കുന്നു, ഒരു നിരപരാധിയെ കൊല്ലാതെ വിളിക്കുന്നു.
എന്ന് മാത്രമല്ല യുദ്ധവേളയിൽ പോലും. അതാണ് പ്രവാചകൻ പറഞ്ഞു, യുദ്ധത്തിൽ പോലും നിങ്ങൾ സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, വൃദ്ധന്മാരെ കൊല്ലരുത്, ആയുധമില്ലാത്തവരെ കൊല്ലരുത്, പിന്തിരിഞ്ഞു പോകുന്നവരെ കൊല്ലരുത്. അത് യുദ്ധത്തിന് മര്യാദ. യുദ്ധമില്ലാത്തവർക്ക് പിന്നെ ഭീകരപ്രവർത്തനം നടത്തിയാൽ പിന്നെ എന്ത് ഇസ്ലാം? അതുകൊണ്ട് ഇസ്ലാം അതുമായിട്ട് ഒരു ബന്ധവുമില്ല. മുസ്ലിങ്ങളാണ് കൂടുതൽ എന്ന് വെച്ചാൽ അതും വസ്തുതാപരമായി അല്ല എന്നതാണല്ലോ സമകാലീന സംഭവങ്ങൾ. പിന്നെ ചിലതൊക്കെ നമ്മുടെ രാജ്യത്ത് സത്യം പുറത്തുവരാൻ കുറച്ച് താമസിക്കും. അത് നമുക്ക് മലേഗാവിന്റെയും മക്ക മസ്ജിദ് സ്ഫോടനത്തിനെയും സംജോത എക്സ്പ്രസ് സ്ഫോടനത്തിനെയും അജ്മീർ സ്ഫോടനത്തിനെയും കഥ വന്നത് അവരൊക്കെ അവിടുത്തെ അത്രയും ആളുകൾ പിടികൂടപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട ശേഷം അല്ലെങ്കിൽ വിചാരണയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയല്ലേ സത്യം മറുവശം പുറത്തുവന്നത്. അപ്പോഴല്ലേ പ്രഖ്യാപിച്ചിട്ട് ഠാക്കൂറിന്റെ പേര്, അതുപോലെ ലഫ്റ്റനന്റ് കേണൽ പുരോഹിതന്റെ പേരൊക്കെ അപ്പോഴല്ലേ വന്നുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ പുറത്തു വരാൻ കുറച്ച് താമസിക്കും. അത് ഏറ്റവും വിസ്മയകരമായ ഒരു സംഭവം ബിജു വി നായർ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഈ 3 ദിവസം വായിച്ചാൽ ബിജു വി നായർ പുറത്തുകൊണ്ടൊരു സംഭവം എന്താണ്? 50 കൊല്ലം മുമ്പ് ഈജിപ്തിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എംബസി ആക്രമിച്ചു, എംബസി തകർത്തു. അപ്പൊ ഈജിപ്തുകാരാണ് തകർത്തതെന്ന് പറഞ്ഞു. അങ്ങനെ വിചാരണ നടന്നു, പ്രതികളെ വധശിക്ഷയ്ക്ക് വിളിച്ചു പറയാം, അങ്ങനെ കൊന്നു. ബാക്കിയുള്ളവരെ ജീവനത്തിന് ശിക്ഷയ്ക്ക് വിളിച്ചു. 50 കൊല്ലത്തിന് ശേഷം 2005 ഇസ്രായേലിന്റെ മന്ത്രിസഭ പറഞ്ഞു ഞങ്ങളായിരുന്നു ആ സ്ഫോടനം നടത്തിയത്, അന്ന് അതിന്റെ മറ്റുള്ള രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ അത് നിർവഹിച്ചായിരുന്നു എന്ന് 2005 ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞ സംഭവം ബിജു വി നായർ മലയാളത്തിലെ പ്രമുഖമായ മാതിരികൾ ഈ രംഗത്ത് ഉദ്ധരിച്ചു. ഞാൻ പറഞ്ഞ അർത്ഥം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതിന് അപ്പുറത്തും ചിലപ്പോൾ സത്യങ്ങൾ ഉണ്ടാവും, കാലമേ അത് തെളിയിക്കുള്ളൂ. അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിടാൻ വേണ്ടി അമേരിക്ക ചമച്ച ന്യായം എന്തായിരുന്നു? 2ാം ലോകയുദ്ധത്തിൽ അമേരിക്ക ഇടപെടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എന്തായിരുന്നു? അമേരിക്കൻ നാവികസേനയുടെ മുമ്പിൽ ബോംബിട്ടു എന്നായിരുന്നില്ലേ. പക്ഷെ ചരിത്രത്തിൽ പിന്നീട് CIA തന്നെ സമ്മതിച്ചല്ലോ ഞങ്ങളായിരുന്നു ആസൂത്രണം ചെയ്തത് എന്ന്. അപ്പോൾ കാലം കുറച്ച് കാലത്ത് നിൽക്കും ചില വസ്തുതകൾ പുറത്തു വരാൻ എന്നതാണ്. എന്നാൽ ഞാൻ പറയും മുസ്ലിങ്ങളായ ആളുകൾ ഒരുപാട് ആളുകൾ പങ്കാളികളാകുന്നത് അത് ഇസ്ലാമിന്റെ താല്പര്യമല്ല. ഇപ്പോൾ ബോംബെയിൽ ജീവനോടെ പിടികൂടപ്പെട്ട ആൾ പറഞ്ഞ തന്നെ ഞാൻ പട്ടിണി കിടന്ന് വിഷമിച്ചു, അപ്പൊ എനിക്ക് പൈസ തന്നു, പൈസ ഞാൻ വീണ. അപ്പൊ വിൽക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളായ ആളുകളുണ്ട്. പക്ഷേ ഇസ്ലാമിന് മുസ്ലിങ്ങൾക്കോ ഗുണമില്ലെന്ന് മാത്രമല്ല ദോഷമേ ഉള്ളൂ. ഈ മുസ്ലിങ്ങൾക്ക് ദോഷമാണുള്ളത് ഇസ്ലാമിക വിരുദ്ധവുമാണ് എന്ന്. മനുഷ്യ സൃഷ്ടിയാണ്.